അങ്ങനെ ദിൽഷാദ് യാത്രയുടെ ഫൈനലി ഫൗണ്ട് ചെയ്തു. ഞങ്ങളൊരു 5 ദിവസമായിട്ട് ഞങ്ങൾ 5 ആൾക്കാരും അവന്റെ പുറകെയായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് അവനെ ഫൈൻഡ് ചെയ്യാൻ പറ്റി. ഒരു ചെറിയൊരു ആക്സിഡന്റ് ആയിട്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലിലാണ്, പനർസുല പറഞ്ഞ മേഘാലയയിലുള്ള ഒരു സ്ഥലത്ത് ഒരു ഹോസ്പിറ്റലിൽ നമുക്കൊന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റി. നമുക്ക് കേരള പോലീസിനും അതേപോലെ മേഘാലയ പോലീസിനും എല്ലാ രീതിയിലും ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് അവനെ ഫൈൻഡ് ചെയ്യാൻ പറ്റി. ഞങ്ങളിവിടെ ഹോസ്പിറ്റലിലുണ്ട്. എന്റെ സുഹൃത്തുക്കളെ, ഈ വിവരം നമ്മളെല്ലാവരും അറിഞ്ഞാണ്. ഇവരെ സുഹൃത്തുക്കൾ വീഡിയോ ഗംഭീര വൈറലാണ്. ഇവരാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അവനെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് പിന്നാലെ അവൻ പോയ വഴിയിലൂടെ യാത്ര ചെയ്ത് അവസരം കണ്ടെത്തിയത്. ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സയിലാണ് എന്നുള്ള വിവരങ്ങളെല്ലാം നമുക്ക് കിട്ടി. എന്നിട്ടും തീരാത്ത ആശങ്കകൾ, തീരാത്ത സംശയങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംശയം, ആക്സിഡന്റ് പറ്റിയിട്ട് ഇത്ര ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ആ ഒരു ഫോൺ വഴി അദ്ദേഹത്തിന് ഫോൺ എന്തായാലും തീർച്ചയായിട്ടും അവിടെയുള്ള പോലീസിനും അധികൃതർക്കും ഹോസ്പിറ്റൽ അധികൃതർക്കും കിട്ടും. അന്യദേശക്കാരനായിട്ടുള്ള ഇയാളുടെ ഈ ഒരു മനുഷ്യന്റെ ബന്ധുക്കൾക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുക എന്നതിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയെന്ന് അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ടാണ് ആ ഫോണിലെ നമ്പർ എടുത്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് വിളിക്കാതിരുന്നത്? ഇനിയിപ്പോൾ ഫോൺ ലോക്ക്ഡ് ആണെങ്കിൽ തന്നെ ആ ഫോണിൽ എമർജൻസി നമ്പർ എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതല്ലാതെ ഒന്നും യാത്ര ചെയ്യുന്നൊരു മനുഷ്യനായിരിക്കില്ലേ നമുക്ക് തോന്നിപ്പോകുന്നത്. കാരണം ഒരു ദൂര യാത്രയിൽ പോകുന്ന ആളുകളാണ്. ഇത്തരം ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകും, ഇത്തരം അപകടങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാം എന്നുള്ളതൊക്കെ മുൻകൂട്ടി കാണുന്ന യാത്രക്കാരാണ് ഒട്ടുമിക്ക യാത്രക്കാരും. എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരം സംഗതികളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ എന്റെ ചാനലിൽ താഴെയും ഒപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭാഷണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയം ഉണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോ ദിൽഷാദ് യാത്ര ടുഡേയാണ് നമ്മുടെ ഇപ്പൊ സംസാര വിഷയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് ഇത്ര ദിവസമായിട്ട് ഇൻഫർമേഷൻ കിട്ടായിരുന്നത്? അവിടുത്തെ പോലീസ് എന്താ ഇങ്ങനെ എന്നൊക്കെ പല ആളുകളും ചോദിക്കുന്നുണ്ട്. നോക്കൂ, ആസാം, മേഘാലയ പണ്ട് ആസാമിന്റെ ഭാഗമായിരുന്നു കേട്ടോ, അതിർത്തി ഭാഗം ഒക്കെ ആയിരുന്നു. ഒരു ഇന്ത്യയുടെ ഒരു വടക്ക് കിഴക്കൻ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളൊന്നാണ്. ഇപ്പൊ സ്വതന്ത്ര സംസ്ഥാനമാണ് മേഘാലയ. പണ്ട് ഇത് ആസാം സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിലനിരുന്ന സ്ഥലമായിരുന്നു. പിന്നീട് 1972-ലൊക്കെയാണ് ഇത് മാറുന്നത്, മേഘാലയയെ മറ്റൊരു സംസ്ഥാനമാക്കിയിട്ട് പ്രഖ്യാപിക്കുന്നത്. അവിടെ ആസാമിൽ ഗാസി, ജയന്തിയ, ഗാരോ അങ്ങനെ കുറെ മലനിരകളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്ന പ്രദേശമായിട്ട് ഒരു പുതിയ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നത് 1972-ലാണ്. സംഗതിക്ക് അവിടെ കിടക്കട്ടെ, ഒരുപാട് പഴയ ആചാരങ്ങളും മറ്റൊക്കെ നിലനിൽക്കുന്ന സ്ഥലമാണ്. ഭയങ്കര ശാന്തരായിട്ടുള്ള, ആതിഥ്യമര്യാദ കേരളത്തിനെ പോലൊക്കെ തന്നെ ആതിഥ്യമര്യാദയുള്ള, ഈ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകൾ. ഈ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവര് വളരെയധികം എന്താ പറയുക, വളരെ നൈർമല്യമുള്ള മനസ്സുള്ള ആളുകളൊക്കെ എന്നാണൊക്കെ പറയുന്നത് കേട്ടോ. കുറെ ഗോത്ര വിഭാഗങ്ങളൊക്കെ അവിടെ പ്രധാനമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഈ മരുമക്കത്തായ സംവിധാനമൊക്കെ ഇല്ലേ, അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന സ്ഥലമാണ്. ഭയങ്കര സംഗീത പ്രേമികളാണ് ഇത്രയും മേഘാലയക്കാര്. വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇദ്ദേഹം അപകടത്തിൽ പെട്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന സംഭവം, എങ്ങനെ ഇദ്ദേഹത്തിന് അപകടത്തിൽ പെട്ടു, എന്തുകൊണ്ട് ആ ഒരു പ്രദേശത്ത് നിന്ന് ഇവിടേക്ക് ഫോൺ വിളിയൊന്നും വന്നില്ല. ഒരു ഡൗട്ട്, ഒരു പക്ഷെ ആ ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ ഫോൺ നഷ്ടപ്പെട്ടിരിക്കാം. കാരണം ഇതൊരു വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെയാണ് ഇദ്ദേഹം യാത്ര ചെയ്തതെന്നാണ് കിട്ടുന്ന വിവരം. അതും ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത്. മേഘാലയയുടെ വനമേഖലയോട് ചേർന്നിട്ടാണ് അത്ര ഇദ്ദേഹം യാത്ര ചെയ്തതെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ആ വനമേഖലയോട് ചേർന്നുള്ള യാത്രയിൽ ഈ അപകടത്തിൽ പെട്ടാൽ തന്നെ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി പ്രയാസമാണ്. കാരണം അത് സ്ഥിരമായിട്ട് പലപ്പോഴും ഈ ബൈക്ക് യാത്ര ചെയ്യുന്നത് സ്ഥിരമായിട്ട് ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തിലൂടെ അല്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? സ്ഥിരമായിട്ട് ആളുകൾ നിരന്തര യാത്ര ചെയ്യുന്ന സ്ഥലത്തിലൂടെ അല്ല ദിൽഷാദ് അടക്കമുള്ള ഈ ബൈക്ക് യാത്ര ചെയ്യുക. അവർ പലപ്പോഴും ഈ വനമേഖലയോട് ചേർന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇനി ഇദ്ദേഹം അപകടത്തെ തുടർന്ന് നമ്മുടെ മേഘാലയയിലെ പറയുന്നത് പൈനൂർ സല എന്ന് പറയുന്ന ഏരിയയിലാണ് അദ്ദേഹം. അവിടെ ഒരു PHC ഉണ്ട്. അവിടെ ഇദ്ദേഹത്തെ ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് കിടത്തിയിരിക്കുന്നത്. സുരക്ഷിതരാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. തലയ്ക്കൊരു CT സ്കാനും മറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അതൊരു വേദന ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്. നല്ല ജാക്കറ്റും മറ്റൊക്കെ ധരിച്ചുകൊണ്ട് തന്നെ ശരീരത്തിന് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചില്ല. യാത്രക്കാരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അതൊക്കെ തന്നെയാണല്ലോ, സുരക്ഷിതരാണ് എന്നുള്ളതാണ്. പക്ഷെ ചോദ്യം ഇതാണ്, ഫോണിൽ നിന്ന് അദ്ദേഹത്തിന്റെ നമ്പർ എടുത്ത് വിളി വരാത്തതിന്റെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം മേഘാലയയുടെ പല ഉൾനാടൻ മലയോര പ്രദേശങ്ങളും സീറോ കണക്ടിവിറ്റി സോണാണ്. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഒരു ഫോൺ എടുത്ത് നമ്മൾക്ക് കോള് വരിക എന്നൊക്കെ പറയുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഫോൺ നഷ്ടപ്പെട്ടിരിക്കാം. മനസ്സിലായില്ലേ? വളരെ മേഘാലയ അതിഗംഭീരമായ കാടുകൾ, കുത്തനെയുള്ള മലനിരകളൊക്കെ ഉണ്ട്. പലയിടത്തും മൊബൈൽ ടവറുകളൊന്നുമില്ല, സിഗ്നലൊന്നും പലയിടത്തും എത്താറില്ല. പിന്നെ ഏറ്റവും മോശമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ആ പ്രദേശത്തൊക്കെ ഉള്ളത്. നല്ല അടിക്കടി നല്ല മഴ, മഞ്ഞ്, ഇതിനെ കൊണ്ടൊക്കെ മിക്കവാറും മൊബൈൽ സിഗ്നലൊന്നും കിട്ടില്ല, നഷ്ടപ്പെടാം. ഒരു പക്ഷേ ആക്സിഡന്റ് ഭാഗമായിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആവാം. ഇത് നമ്മളുടെ മുമ്പിലേക്ക് വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഞാൻ പറയുന്നത് ഒരു സാധ്യതകളാണ്. മിക്കവാറും ആ ഒരു ഫോണിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് എന്താ പറയുക, അത്ര ഇൻഫർമേഷൻ കിട്ടാത്തതിന് കാരണതാണ്. ഇനി നമ്മൾ അറിയേണ്ടത് ആക്സിഡന്റ് പറ്റിയ നിമിഷം തന്നെ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. നമുക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞിരുന്നു, ഇത് ദുർഘടമായ പ്രദേശമാണ്. യാത്ര ചെയ്യുമ്പോൾ ചെറിയൊരു അപകടമോ മറ്റൊക്കെ സംഭവിച്ചാൽ പോലും പെട്ടെന്നൊന്നും ആരും അറിയില്ല. പിന്നെ ആ ഭാഗത്തൂടെ പോകുന്ന മറ്റു യാത്രികരൊക്കെ അബദ്ധത്തിലും മറ്റും കണ്ടതായിട്ടിരിക്കാം. അതല്ലാതെ ഒന്നും ഇങ്ങനെ താമസം വരാനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. ഇതെന്തായാലും സുഹൃത്തെ, നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ ഇൻഫർമേഷൻ വെച്ച് ചെയ്തൊരു വീഡിയോ ആണ്. ആളുകളെ വളരെയധികം കൺഫ്യൂഷൻസ് ഒക്കെയാണ് പറയുന്നത്. മേഘാലയയിൽ ആരെങ്കിലും ആക്രമിച്ചിരിക്കാം, ഇന്ത്യ എന്ന് പറയുന്ന പല ഉൾനാടൻ ഗ്രാമങ്ങളും സ്വതന്ത്രമായിട്ട് യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥലങ്ങളാണ്, വലിയ അപകടം പിടിച്ച സ്ഥലങ്ങളാണ്. മറ്റു ആഫ്രിക്കയിലൊക്കെ വളരെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം, പക്ഷേ ഇന്ത്യ ഒട്ടും സേഫ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല മെസ്സേജുകളും പല കമൻറ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. അല്ലാതെ ഇത് തന്നെയാണ് ഉത്തരമെന്നല്ല. ഇങ്ങനൊരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ആക്സിഡന്റ് പറ്റിയപ്പോൾ ഫോണിന് എന്ത് സംഭവിച്ചു എന്നുള്ള വിവരങ്ങളെല്ലാം പരിപൂർണമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കിട്ടും. അതെല്ലാം തരേണ്ടത് ദിൽഷാദ് തന്നെയാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തട്ടെ. നമുക്ക് സുന്ദരമായിട്ടുള്ള വീഡിയോസുകൾ തരാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ക്വിറ്റെന്നൊക്കെ പറയുന്നു, ഒരു ക്വിറ്റും വേണ്ട, ഒരു കുട്ടും വേണ്ട. വേഗം സോഷ്യൽ മീഡിയയിലേക്ക് തിരികെ വരിക. താങ്കളെ യാത്രയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ടെന്ന് മനസ്സിലാക്കുക. നമ്മുടെ മാധ്യമങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളെ പറ്റിയിട്ടുള്ള വാർത്തകളൊക്കെ എത്രത്തോളം ഉണ്ടെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എത്രത്തോളം ജനങ്ങളെ സ്നേഹിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുക. കാരണം ഒരാൾ എൻ്റെ ചാനൽ താഴെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ ഈ ഒരു മനുഷ്യനെ പറ്റി കേട്ടിട്ടില്ല, പക്ഷേ വാർത്തകൾ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇദ്ദേഹം ഒരു ഗുഡ് ഗായ് ആണെന്നാണ്, ഒരു നല്ല മനുഷ്യരാണ്. കാരണം ഒരു നെഗറ്റീവ് വർത്തമാനം പോലും ഈ മനുഷ്യനെ പറ്റിയിട്ട് എനിക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇദ്ദേഹം ഒരു വളരെ നല്ല മനുഷ്യനാണ്, മലപ്പുറത്തുകാരനാണ്. മലപ്പുറത്തുകാരല്ലെങ്കിലും കുറച്ച് നല്ല ആൾക്കാരാണ് കേട്ടോ. ഞാനും മലപ്പുറത്തുകാരനാണ്. അപ്പോൾ മലപ്പുറത്തുകാരാണ്. അത്ര നല്ലൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള നല്ല വീഡിയോസുകളും അദ്ദേഹത്തെ ഇങ്ങനെ കണ്ടക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലെ വീഡിയോസിലൊക്കെ ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞൊരു കമൻറ്റ് ഒരു സുഹൃത്ത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കൂടി കിട്ടണം, നല്ല മനുഷ്യരാണ്, എല്ലാവരും നല്ല മനുഷ്യരാണ്, പക്ഷേ ഇദ്ദേഹം ഒന്നുകൂടി നല്ല മനുഷ്യനാണ് എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ ചാനലിൽ താഴെ വന്നിട്ട് പോലും ദുവായിരുന്ന ആളുകളുണ്ട്. അവരോടൊക്കെ നന്ദി പറയുന്നു. ഇനിയും അദ്ദേഹത്തിൻ്റെ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ശരിക്കും എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അദ്ദേഹം 1-2 ദിവസത്തിനുള്ളിൽ ഈ സോഷ്യൽ മീഡിയ വഴി നമ്മളോട് പറയുമെന്ന് തന്നെ വിചാരിക്കുന്നു. ആ ഒരു നല്ല നിമിഷത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു സുഹൃത്തുക്കളെ. ബൈ.